മുബാറക് അൽ കബീർ തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെച്ച് കുവൈത്തും ചൈനയും. പദ്ധതിയുടെ പഠനം, രൂപകൽപ്പന, പ്രാരംഭ നടപടികൾ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പിട്ടത്. കുവൈത്ത് പൊതുമരാമത്ത് മന്ത്രി ഡോക്ടർ നൂറ അൽ മഷാൻ, ചൈന സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ലിമിറ്റഡ് വൈസ് പ്രസിഡന്റ് ചെൻജോങ് എന്നിവരാണ് കരാറിൽ ഒപ്പുവെച്ചത്. കുവൈറ്റിലെ ചൈനീസ് എംബസി പ്രതിനിധികളും കുവൈറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. 24 ബർത്തുകളും 8.1 ദശലക്ഷം യൂണിറ്റ് കണ്ടെയ്നർ ശേഷിയുള്ള പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ തുറമുഖ പദ്ധതിയാണ് മുബാറക് അൽ കബീർ തുറമുഖം. രാജ്യത്തിന്റെ ദീർഘകാല സാമ്പത്തിക വികസനത്തിൽ പദ്ധതി നിർണായക സംഭാവന നൽകും. വടക്കൻ തീരത്ത് ബുബിയാൻ ദ്വീപിൽ ഇറാഖ് അതിർത്തിക്കടുത്താണ് തുറമുഖ നിർമ്മാണം. ഇറാഖിലേക്കുള്ള കപ്പൽ പാതയ്ക്ക് ഇത് തടസ്സം സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഇറാഖ് നേരത്തെ എതിർപ്പുയർത്തിയിരുന്നു. എന്നാൽ ബസറയിലേക്കുള്ള കപ്പൽ പാതയിൽ ഒരു തരത്തിലുള്ള തടസ്സവും തുറമുഖ പദ്ധതി ഉണ്ടാക്കില്ലെന്ന് കുവൈറ്റ് വ്യക്തമാക്കി. 100 കോടി ദിനാറാണ് പദ്ധതിക്ക് ചിലവ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതി പൂർണ്ണമായും നടപ്പിലാകുന്നതോടെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളും ഉണ്ടാകും. വിദേശ നിക്ഷേപം ആകർഷിക്കാനും പ്രാദേശിക സംരംഭങ്ങളെ ശക്തിപ്പെടുത്താനും പുതിയ പദ്ധതി സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ. മീഡിയ 1 കുവൈറ്റ് സിറ്റി.